4.5 വർഷങ്ങൾക്ക് മുമ്പ് അനേകം ക്ഷേത്രത്തിലെ ക്ഷേത്ര പൂജാരിയായ ഒരു മനുഷ്യൻ മരണകരമായ സാഹചര്യത്തിൽ ആയിരുന്ന എന്നെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആദ്യമേ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ തുടങ്ങാം. ഹൈന്ദവ മാർഗത്തിലായിരുന്ന ഞാൻ ഹൈന്ദവ മാർഗത്തെ തള്ളിപ്പറയുവാൻ നിൽക്കുകയല്ല, മറ്റുള്ള മതത്തെ തള്ളിപ്പറയുവാൻ നിൽക്കുകയല്ല. പക്ഷേ എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതെനിക്ക് പറഞ്ഞേ പറ്റൂ. ഹല്ലേലൂയ. ഞാൻ ആയിരുന്ന മേഖലയിലായിരുന്നപ്പോൾ വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളായി നിൽക്കും, തിരിച്ച് സംസാരിക്കാറില്ല. പക്ഷേ അവിടെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് നിർമാല്യ ദർശനത്തിന് കാണാൻ വരുന്ന അവരുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയണ്ട, അവരുടെ അടുത്ത് നിങ്ങൾ കുമ്പിട്ട് നമസ്കരിക്കണമെന്ന് പറയണ്ട. അവർ വന്ന് അവർ ആരാധിക്കുന്ന ദൈവത്തെ അവർ കുമ്പിട്ട് നമസ്കരിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഇവിടെ ദൈവദാസന്മാർ എന്ത് പറയണം? പ്രാർത്ഥിക്കണം, സ്തുതിക്കണം, കൈ ഉയർത്തണം എന്നൊക്കെ പറയുമ്പോൾ ജീവനുള്ള ഒരു ദൈവത്തിന്റെ മുമ്പിലാ നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് നല്ല രീതിയിൽ ആലോചിച്ച് നിൽക്കണം. ഹല്ലേലൂയ. മറ്റുള്ളതൊക്കെ നിശ്ചലമായി നിൽക്കുമ്പോൾ ചലിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എനിക്ക് വിളിച്ചു പറയുവാൻ പറ്റും. കാരണം ഞാനായിരുന്ന മേഖല അങ്ങനെ ഒരു മേഖലയാണ്. സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. അനേകം ക്ഷേത്രങ്ങളിലെ പൂജാരിയായ ഒരു മനുഷ്യൻ ലിവർ സിറോസിസ് എന്നൊരു അസുഖം പിടിക്കുന്നു. ഡോക്ടർമാർ പറയുന്നു ഇദ്ദേഹത്തിന് ലിവർ സിറോസിസ് ആണ്. ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിൽ മാത്രമേ ഇദ്ദേഹം ജീവനിലേക്ക് വരൂ. ഹല്ലേലൂയ. ആയിരുന്ന മാർഗത്തിലൊക്കെ നിന്നുകൊണ്ട് ദൈവം, ഞാൻ കണ്ട ദൈവങ്ങളെല്ലാം, അല്ലെങ്കിൽ ആ ദൈവത്തോട് ചേർന്ന് നിന്നാൽ എന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകും എന്ന് ഞാൻ കരുതി ഹൈന്ദവ വിശ്വാസമനുസരിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും പരിഹാരാദി പൂജകളും കർമ്മങ്ങളും ഒക്കെ ഞാൻ നടത്തുവാനിടയായി. ഹല്ലേലൂയ. ഈ പരിഹാരാദി പൂജകളും കർമ്മങ്ങളും ഒക്കെ നടത്തിയ എന്തിനു വേണ്ടിയിട്ടാ? ലിവർ മാറ്റ ശസ്ത്രക്രിയ നടത്താതെ എന്റെ ജീവിതത്തിലേക്ക് ദൈവം തിരിക്കണം എന്ന് കരുതിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള എല്ലാ മാർഗങ്ങളെയും ഞാൻ നോക്കി. ഹല്ലേലൂയ. പല ജ്യോതിഷന്മാർ പറയുമായിരുന്നു ഇദ്ദേഹത്തിന് ശാപദോഷമാണ്, ഇദ്ദേഹത്തിന് മൃത്യുദോഷമാണ്, ഇദ്ദേഹം ജീവനിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഇന്ന പൂജാതി